Once again, it's my privilege to introduce and welcome Dr. Sinija among us. And let's welcome with a clap. No problem. Sinichan stays in Ernakulam. He is consultant to the government of Saudi Arabia. He has done his PhD in fisheries. Position at the same time, he is involved in youth ministry along with ICPF. And it's our privilege to welcome Sinija among us and speak God's word. Over to Sinija. Praise the Lord. I hope I am loud and clear. ഇന്ന് രാവിലെ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളോട് ചേർന്ന് വരുവാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നതിനെ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിന് നന്ദി പറയുകയും ചെയ്യുന്നു. വളരെ അല്പം ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള മൈൻഡോടുകൂടിയാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. Because early morning എനിക്കൊരു നല്ല ന്യൂസ് അല്ല കിട്ടിയത്. എൻ്റെ വൈഫിന്റെ ഫസ്റ്റ് കസിൻ is almost like her own brother. He passed away last night at 2 o'clock. So after this meeting I need to rush for the funeral. So കഴിഞ്ഞ ആഴ്ച അതുപോലെ മറ്റൊരു ഫ്യൂണറൽ അറ്റൻഡ് ചെയ്തിട്ട് വന്നു. So it all reminds us we are so temporal. We are so ട്രാൻസിറ്ററി. നമ്മൾ വളരെ നൈമിഷികരാണെന്നുള്ള ഒരു ദുഃഖം, ഒരു തിരിച്ചറിവ് എപ്പോഴും ഇങ്ങനത്തെ ഫ്യൂണറൽസ് ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. We live as if we never die. We die as if we never lived. വളരെ പ്രശസ്തമായ ഒരു കോട്ടാണത്. ഒരിക്കലും ജീവിച്ചിട്ടില്ല എന്നതുപോലെ നമ്മൾ മരിക്കുന്നു, ഒരിക്കലും മരിക്കുകയില്ല എന്നുള്ളതുപോലെ നാം ജീവിക്കും. ജീവിതത്തിന്റെ മീനിങ്ങിനെ കുറിച്ച് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. ഒരുപക്ഷെ അർത്ഥം കണ്ടെത്തുവാനാകാതെ പല ഫിലോസഫികളിലും ചെന്ന് അഭയം കണ്ടെത്തി അവിടെ നമ്മൾ പരാജയപ്പെടാറുണ്ട്. എന്നാൽ യഥാർത്ഥമായ സന്തോഷവും സമാധാനവും ക്രിസ്തുവിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞ ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ലായിരിക്കും. ഇറ്റ് ഈസ് മൈ പേഴ്സണൽ കൺവിക്ഷൻ. ഇന്ന് ICPF ട്രിവാൻഡ്രം സ്റ്റുഡൻസിനോടെ കേൾക്കുന്ന എൻ്റെ ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം ഏതാണ്? ഇന്നത്തെ ഈ സ്മോൾ പ്രോഗ്രാം, മോർണിംഗ് പ്രോഗ്രാമിന്റെ ടൈറ്റിൽ ട്രഷർ ഹണ്ട് എന്നുള്ളതാണല്ലോ. അതിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. Matthew chapter 6 verse 21 that says, where your treasure is, there your heart will be also. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. നിന്റെ നിധി ഉള്ളിടത്ത്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ട്രഷർ എന്നാണല്ലോ. നീ എവിടെ നിധി കണ്ടെത്തുന്നുവോ അവിടെ നിന്റെ ഹൃദയമായിരിക്കും. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും വലുതായി കാണുന്നത് എന്തിനെയാണെന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉദിക്കുന്നത്. The question is in what you delight. നിങ്ങൾ സന്തോഷിക്കുന്നത്, ഞാൻ സന്തോഷിക്കുന്നത് എന്തിലാണ്? ഞാൻ എപ്പോഴും ഏറ്റവും അധികം ചിന്തിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? എന്തിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ സമയം കൂടുതലും ചിലവഴിക്കുന്നത്? ഈ ക്വസ്റ്റ്യൻസിനൊക്കെയും ഞാൻ ആൻസർ എന്നോട് തന്നെ ചോദിക്കണം. സോ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ചെയ്യുവാനായിട്ട് എനിക്ക് വലിയ താല്പര്യമായിരിക്കും. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി പണം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് താല്പര്യമായിരിക്കും. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ എനിക്ക് സന്തോഷമായിരിക്കും. എൻ്റെ പ്രയോറിറ്റീസ് എല്ലാം അതിനു വേണ്ടിയായിരിക്കും. ഇഫ് യു ആർ എ സ്റ്റുഡൻറ്, നിങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്നത് ഒരു നല്ല റിസൾട്ടിന് വേണ്ടിയാണെങ്കിൽ, അതായത് നല്ലൊരു കരിയറിന് വേണ്ടിയാണെങ്കിൽ, നല്ല ഒരു നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, നെക്സ്റ്റ് ഒരു കോഴ്സിന് വേണ്ടിയാണെങ്കിൽ, അതിനെക്കുറിച്ച് ചിന്തകൾ പോലും നിങ്ങളെ സന്തോഷിപ്പിക്കും. നിങ്ങൾ ചിന്തകൾ എപ്പോഴും അതിനെക്കുറിച്ചായിരിക്കും. നിങ്ങളിപ്പോൾ എൻട്രൻസിന് എക്സാമിന് ഏതെങ്കിലും ഒരു കോഴ്സിന് എൻട്രൻസിനെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണുന്നത് എൻട്രൻസ് ക്ലിയർ ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കും. അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പാഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി കണ്ടമാന സമയം സ്പെൻഡ് ചെയ്യും. സ്റ്റുഡൻസ് ഒക്കെയും മെഡിക്കൽ പ്രൊഫഷണലിലെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ വേണ്ടി അല്ലെങ്കിൽ ഗ്രാജുവേഷന് വേണ്ടിയൊക്കെ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലോട്ട് ഓഫ് ടൈം ദേ സ്പെൻഡ് ബിക്കോസ് ദാറ്റ് ഇസ് ദ ട്രഷർ. അവിടെയാണ് അവരുടെ ഹൃദയം ഇരിക്കുന്നത്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷമാണ്. ഇപ്പം ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ പോകുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷനിൽ പോകുന്ന, അല്ലെങ്കിൽ സ്പേസ് സയന്റിസ്റ്റ് ആയിട്ട് പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ യു നെയിം ഇറ്റ്, ഒരു ഓഡിറ്റർ ആയിട്ട്, ഒരു അക്കൗണ്ടന്റ് ആയിട്ട്, ഒരു സീനിയർ പൊസിഷൻ പ്രൊഫസറായിട്ട് പോകുന്നയാൾ എപ്പോഴും താൻ പ്രൊഫസറായിട്ട് നിൽക്കുന്നതിനെ കുറിച്ച് സ്വപ്നം കാണും. അതിനെക്കുറിച്ചായിരിക്കും ചിന്തകളും വിചാരങ്ങളും എല്ലാം. കാരണം ട്രഷർ അവിടെയാണ്. ഞങ്ങളുടെ ചോദ്യം അത് ഇനീഷ്യലി നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ആപ്പാടെ വിഷമിക്കും, ഞങ്ങൾ അതിനെക്കുറിച്ച് സ്വപ്നം കാണണ്ടേ എന്നൊരു പക്ഷേ നിങ്ങളെ എന്നോട് ചോദിച്ചേക്കാം. നമ്മളെ നിത്യം സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഇതിനൊന്നും കഴിയത്തില്ലല്ലോ.
ഞാനൊരു ജോലി കിട്ടുകയാണെങ്കിൽ ഐ വിൽ ബി ഗിവൺ എ ജോബ് ഫോർ അബൌട്ട് 30 years or 35 years at the most. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എനിക്കൊരു 35 വർഷം, 1 വർഷം, 40 വർഷം ജീവിക്കാനായിട്ടുള്ള ഒരു പ്രൊഫഷൻ ആയിരിക്കും, ഒരു ഡ്യൂറേഷൻ ആയിരിക്കും ആ ഓർഗനൈസേഷൻ നൽകുന്നത്. അത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ലീവ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് പരിചയമുള്ള അനേക സയന്റിസ്റ്റുമാർ, പ്രൊഫഷണൽസ്, അവരുടെ റിട്ടയർമെന്റിന് ശേഷം ടോട്ടലി കൊളാപ്സ് ആയി കണ്ടിട്ടുണ്ട്. കാരണം അവരുടെ ജീവിതം എന്ന് പറയുന്ന പ്രൊഫഷൻ ആയിരുന്നു. ചില ആൾക്കാർ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, വളരെ ഡിഫിക്കൽട്ട്, കാരണം അവർക്ക് ഒരു വെന്യൂ ഇല്ല. ബട്ട് ദർ ആർ ഫ്യൂ പീപ്പിൾ ഹു ആർ എൻജോയിങ് ആഫ്റ്റർ ദാറ്റ്, ഓൾസോ വെരി ഫ്യൂ പീപ്പിൾ. നമ്മളെ നിത്യം സന്തോഷിപ്പിക്കുമെന്ന് കരുതുന്നത് അനേക വസ്തുക്കളുണ്ട്, അനേക കാര്യങ്ങളുണ്ട്. ബട്ട് അതെല്ലാം നമ്മളെ സന്തോഷിപ്പിച്ചോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നം അത് പൂവിട്ട് കഴിയുമ്പോഴേക്കും പിന്നെ അതിന്റെ ഫാൻസി അങ്ങ് പോവുകയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഐഫോൺ ആവശ്യമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കാൻ കഴിയും. അത് നിങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ്. അല്ലെങ്കിൽ ഒരു മാക്കിൻടോഷ്, ഒരു ആപ്പിളിന്റെ ഒരു എയർബുക്ക്, ഒരു ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് കയ്യിൽ നല്ല വിലയുള്ളവരുടെ കൈ കിട്ടിക്കഴിയുമ്പോൾ അത് കിട്ടുന്നവരെ വളരെ സന്തോഷമായിരിക്കും. കിട്ടിക്കഴിയുമ്പോൾ ഒരാഴ്ചത്തിന് സന്തോഷമായിരിക്കും. ദെൻ യു ആർ യൂസ് ടു ഇറ്റ്. ആ ട്രഷർ, നിങ്ങളുടെ മനസ്സിന്റെ ആ വലിയ സ്വപ്നമായിരുന്നത് നിങ്ങളുടെ കയ്യിലാണ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം യു ലൂസ് ഇൻട്രസ്റ്റ്. പുതിയതായി കിട്ടുന്ന മൊബൈൽ ആദ്യ 2 ദിവസം നമ്മൾ വളരെ എങ്ങും പോറലേൽക്കാതെ ടേബിളിന്റെ മുകളില്, ഒരു ഫെൽറ്റിന്റെ മുകളില്, ബെഡില് കൊണ്ടുപോയി വെക്കും. 2 പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കും. ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് ഇപ്പൊ നമ്മൾ ഒരു വർഷം മുമ്പ് വാങ്ങിയ മൊബൈൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? കയ്യിലെടുക്കും, മേശപ്പുറത്തേക്ക് ഇടും. അവിടെ താഴെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യത്തില്ല, പിള്ളേരെടുത്ത് കളിച്ചാൽ കുഴപ്പമില്ല. ബിക്കോസ് ഫാൻസി ഈസ് ഗോൺ. ആ ട്രഷറിന്റെ വാല്യൂ കുറഞ്ഞു പോവുകയാണ്. ഈ ലോകത്തിൽ നമ്മൾ വലുതായി കാണുന്ന അനേക കാര്യങ്ങൾ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് വി കൺസിഡർ ഗ്രേറ്റ് ഇസ് മണി. പണത്തെ വളരെ വലുതായി നാം കാണും. അതിനുവേണ്ടി വളരെ നമ്മുടെ ലൈഫ് തന്നെ ഓറിയന്റ് ചെയ്ത് പോകുന്നത് പണത്തിന് വേണ്ടിയാണ്. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങൾ നല്ല ഒരു പൊസിഷന് വേണ്ടി ആഗ്രഹിക്കുകയും നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുക്കുകയും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയും എൻട്രൻസ് എഴുതുകയും ടെസ്റ്റുകൾ എഴുതുകയും പാസ്സാവുകയും ചെയ്യും. പക്ഷേ അതെല്ലാം ലഭിച്ചാലും സന്തോഷം ഉണ്ടായിക്കൊള്ളും യാതൊരു നിർബന്ധവുമില്ല. അനേക ധനവാന്മാർ നമ്മൾ ലാസ്റ്റ് ഫ്യൂ മന്ത്സിൽ നമ്മൾ കണ്ടു, വളരെ മില്യനേഴ്സ് ആയിരുന്ന ആൾക്കാർ സൂയിസൈഡ് ചെയ്തു, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ടെൻഷൻ കാരണം, അവർക്ക് താങ്ങാൻ പറ്റാത്ത ടെൻഷൻ കാരണം, പണമില്ലാത്തതുകൊണ്ടല്ല. ദേ ആർ ഇമ്മൻസ്ലി റിച്ച്. എനിക്കറിയാമല്ലോ, കോഫി ഡേയുടെ ഉടമസ്ഥനായ മനുഷ്യൻ ഇമ്മൻസ്ലി റിച്ച്. അദ്ദേഹത്തിന് കടമുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ മാസം നമ്മൾ കണ്ടു, വയനാട്ടിലെ കേരളത്തിലെ ഏറ്റവും വലിയ വീടുണ്ടായിരുന്ന ജോയ് എന്ന് പറയുന്ന വളരെ സന്മനസ്സുള്ള വളരെ നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം അത് ദുഷ്ടനൊന്നും ആയിരുന്നില്ല, വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചു. പണത്തിന് നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല. ദാറ്റ് cannot be considered as the most cherished treasure. ലൈഫിലെ ഫെയിം, നമ്മളുടെ ജനസമ്മിതി, നമ്മുടെ പോപ്പുലാരിറ്റി, അത് പലപ്പോഴും ചില ആൾക്കാർക്ക് അതാണ് വലിയ. പണം വലുതല്ല, പക്ഷെ അതിനെ നിലനിർത്താൻ പറ്റത്തില്ല. നമ്മുടെ മനസ്സിലെ സന്തോഷപൂർണ്ണമായി നിർത്താൻ പറ്റത്തില്ല. ലോകം കണ്ടതിലെ, ഈ മോഡേൺ വേൾഡ് കണ്ടതിലെ നല്ലൊരു പോസിറ്റീവ് തിങ്കറും ഫിലോസഫറും ഒക്കെ ആയിരുന്നു ഡേൽ കാർണേജി. അദ്ദേഹത്തിന്റെ പേരിൽ യൂണിവേഴ്സിറ്റി പോലും അമേരിക്കയിലുണ്ട്, ഡേൽ കാർണേജി യൂണിവേഴ്സിറ്റി. സ്റ്റോപ്പ് വറി, സ്റ്റാർട്ട് ലിവിങ്, ഹൗ ടു ഇൻഫ്ലുവൻസ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ അനേക നല്ല പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള മനുഷ്യൻ, അദ്ദേഹം ഒരു ബുള്ളറ്റിൽ തന്റെ ജീവൻ അവസാനിപ്പിച്ചു. ചിലർക്ക് സന്തോഷം അവരുടെ സൗന്ദര്യമാണ്, അവരുടെ ആരോഗ്യമാണ്, അവരുടെ മസിൽ പവറാണ്, അവരുടെ സിക്സ് പാക്ക് ആണ്. അതിലൊക്കെ സന്തോഷിക്കാം. ചില ആൾക്കാർ അതിലൊക്കെ വളരെ അതിനുവേണ്ടി സ്കൂളിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു, അതിനെ ചെറിയ ഞാൻ നിങ്ങളുടെ ഫിസിക്കിനെ തീർത്തും നെഗ്ലക്ട് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത് ചേർത്ത്. പക്ഷെ അതിൽ ട്രഷർ കണ്ടെത്തുന്നവരുണ്ട്. അവിടെയും ദുഃഖമാണ് അവസാനം. That cannot satisfy them. One of the greatest actors, her name was Marilyn Monroe, committed suicide. Louis George's name, lot of great musicians, great actors, celebrities. പണമില്ലാഞ്ഞിട്ടല്ല, സന്തോഷം ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല, സൗന്ദര്യമില്ലാഞ്ഞിട്ടല്ല, സമ്പാദ്യങ്ങളില്ലാഞ്ഞിട്ടല്ല, പൊസഷൻസ്, സ്വന്തമായിട്ട് ഫ്ലൈറ്റ്സും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ജീവിത സന്തോഷമില്ലാതെ പോകുമ്പോൾ അതിലൊന്നും ട്രഷർ കണ്ടെത്തരുതെന്നുള്ളത് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പാണ്. ഈ ലൗകികമായ the problems connected with this earthly treasures are, first of all, it cannot give a lasting joy. അതിന് ദീർഘമായി നിൽക്കുന്ന ഒരു സന്തോഷം നൽകുവാനായിട്ട് കഴിയത്തില്ല. Second thing is, it cannot quench your thirst. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും അവസാനം ഉണ്ടാകത്തില്ല. ഒരാഗ്രഹം കിട്ടിക്കഴിയുമ്പം
കൂടുതൽ കിട്ടണമെന്ന് തോന്നത്തുള്ളൂ. When you get a salary 10,000 rupees a month or 20,000 rupees a month, you will be looking for a salary job, maybe 20,000, 25,000 rupees a month. When you get it, you will be happy. But after that, അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ, after 1 month or 2 months, you will feel, discontent in your heart. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അസംതൃപ്തരായിരിക്കും. ഒരു 50,000 കിട്ടണം, അല്ലെങ്കിൽ 40,000 കിട്ടണം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കും. By God's grace or by chance, if you get 40,000, definitely you will be happy for a few months. Then again, you will be craving for more. ലോകത്തിൽ ആരും എനിക്ക് സാലറി മതി എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഉണ്ടായിരിക്കാം, there will be some very few people knowing this great truth. മറ്റാരും തന്നെ സാലറി ഇനി കൂട്ടണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഇൻക്രിമെന്റ്സ് ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പ്രൊമോഷൻസ് അൺലെസ് otherwise for a reason വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ബിക്കോസ് കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ, as he was talking to the Samaritan woman, he was telling, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. എർത്തലി ആയിട്ടുള്ള ഈ that thirst cannot be quenched. അതൊരിക്കലും അവസാനിക്കാത്ത ദാഹമായിരിക്കും. That doesn't mean that you should go lazy. നമ്മൾ മടിയന്മാരായി മാറണമെന്നല്ല ഞാൻ പറയുന്നത്. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ നല്ല ഹാർഡ് വർക്കേഴ്സ് ആയിരിക്കണം, നല്ല ഉത്സാഹികളായിരിക്കണം. ബട്ട് ദ സെയിം ടൈം നമ്മളുടെ ട്രഷേഴ്സ് ഒന്നും ഈ ലോകത്തിലെ എർത്തലി ആയിട്ടുള്ള ഗെയിൻസിലായിരിക്കരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയും. If at all we gain all these things, at the end of the day, we will have a discontent heart. പലപ്പോഴും നമുക്ക് യഥാർത്ഥമായ ആനന്ദം കണ്ടെത്തുവാൻ കഴിയാതെ നമ്മൾ ദുഃഖിതരായി ചെയ്യുമ്പോൾ ദൈവത്തിന് പറയുന്നു. യഥാർത്ഥമായ സന്തോഷം, ആനന്ദം എന്തിനാണെന്ന് ബൈബിൾ നമ്മൾക്ക് ഒരു ഗുണദോഷം തരുന്നു, ഒരു ഗുണപാഠം തരുന്നു. പറയുന്നത് Psalm 43:4 ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ പീഠത്തിങ്കിലേക്ക്, എന്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക്, I will go to the altar of my God, to my God, my exceeding joy. ഞാൻ എൻ്റെ ദൈവത്തിങ്കിലേക്ക് ചെല്ലും, എൻ്റെ പരമാനന്ദമായ ദൈവം. അവിടെ കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. If God is my treasure, God's presence is my treasure. If God's kingdom is my treasure, that treasure can take care of everything. നമ്മൾ പലപ്പോഴും വലിയൊരു ജോലിക്കും നല്ലൊരു ശമ്പളത്തിനും ഉയർന്നൊരു പൊസിഷനും വേണ്ടി നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഹോപ്പ് ചെയ്യുന്നത്, നമ്മൾ ഡിസയർ ചെയ്യുന്നത്, നമ്മൾ ഡ്രീം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? We think that that treasure, that dream, once it is fulfilled, that will take care of us. അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ, അത് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്നെ പ്രൊട്ടക്ട് ചെയ്യും, അതെനിക്ക് ആവശ്യമായതൊക്കെ നൽകിത്തരും, എന്നെ സമാധാനത്തിലും സന്തോഷത്തിലും നിലനിർത്തും എന്നുള്ളൊരു വ്യാജമായ ഒരു സൂഡോ ഒരു സൂഡോ കൺവിക്ഷൻ, അങ്ങനെ ഒരു റോങ് ആയിട്ടുള്ളൊരു ബോധ്യം, ഒരു വ്യാജമായ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും. പക്ഷെ കിട്ടിക്കഴിയുമ്പോൾ അത് അങ്ങനെ അല്ല എന്ന് നാം തിരിച്ചറിയും. മലയാളത്തിലെ സംസ്കൃതത്തിലെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു 2 വാക്കുകളുണ്ട്. നേതി, ഒറ്റ വാക്കാണ് നേതി. ദാറ്റ് ഇസ് നോട്ട് നേതി. നേതി ഇസ് നോട്ട്, ദാറ്റ് ഇസ് നോട്ട്. എവിടെ ചെല്ലുമ്പോൾ മനസ്സിലാക്കണം അതല്ല. അവിടെ എത്തി മനസ്സിലാവും. നമ്മൾ എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഡ്രീം പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണേ നേതി ഇതല്ല, അവിടെ ആയിട്ടില്ല, വീണ്ടും ഞാൻ അസംതൃപ്തനാണ്. അവിടെ നാം തിരിച്ചറിയേണ്ടത് എന്നെ പ്രൊട്ടക്ട് ചെയ്യുവാനും എനിക്ക് ആവശ്യമായതൊക്കെയും എല്ലാ പ്രൊവിഷൻസും നൽകുവാനും എൻ്റെ ജീവിതത്തിൽ എന്നെ സന്തോഷത്തോടെ അവസാനം വരെയും നിലനിർത്താനും കഴിയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ്. അത് തിരിച്ചറിയുന്നവരാണ് ഭാഗ്യവാൻ. കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവിതത്തിൽ നല്ല ജോലി ചെയ്യണം. ദൈവം നമുക്ക് നല്ല ജോലി നൽകി തരും. നല്ല ജോലി നൽകി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കും. കാരണം നമുക്ക് ലോകത്തിൽ ജീവിക്കാൻ നല്ല ജോലി ആവശ്യമുണ്ട്. അതല്ല, ദൈവം നിങ്ങളെക്കുറിച്ച് ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ വയൽ പ്രദേശത്ത് ഒരു വേലയാണെങ്കിൽ, ഒരു സെക്യുലർ ജോബ് എടുക്കാതെയുള്ള ഒരു ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. that is greater than that. ഒന്നും one is great, other one is lower എന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. we should do what God wants us to do. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പൊസിഷനിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിൽക്കണം ദൈവം ആഗ്രഹിക്കുന്നു. A person who is doing Lord's work without taking up any secular job is not higher than the other person who is taking a secular job and doing the Lord's work. ദൈവരാജ്യത്തിന് വേണ്ടി പൂർണ്ണസമയ സുവിശേഷ വേല ചെയ്യുന്നത് അനുഗ്രഹവും ഭാഗ്യവും സന്തോഷകരവുമാണെങ്കിലും അത് മറ്റുള്ളവരെക്കാൾ എല്ലാം ഉയർന്നതാണെന്ന് ചിന്തിക്കരുത്. കാരണം ദൈവമാണ് മറ്റൊരു വ്യക്തിയെ
ഉത്തരവാദിത്വത്തോട് വിശ്വസ്തയോട് ജോലി ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നതെന്ന് മറക്കരുത്. So a person who is working in a regular job in a government office or as a businessman, he should not think that he is better than a servant of God. ഇതെല്ലാം ദൈവത്തിന്റെ നിശ്ചയത്തിൽ, ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് നമ്മൾ yield ചെയ്യണം. We are the slaves of a great master. Let him decide where we should be. നമ്മൾ എവിടെ ആയിരിക്കണമെന്ന് ദൈവം തീരുമാനിക്കട്ടെ. രണ്ടും ഉന്നതമാണ്. ഉന്നതമായത് പൊസിഷൻ അല്ല, ഉന്നതമായത് അവന്റെ ഡിസിഷനാണ്. You should be abiding or listening to his decision and obeying his commandments. അവൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് അനുസരിക്കുന്നതാണ് വലിയത്. ശൗൽ പറഞ്ഞു, കിങ് സോൾ പറഞ്ഞു, ഹേയ് നോക്ക്, ഞാൻ ആടുകളെയും മാടുകളെയും കൊണ്ടുവന്നിരിക്കുന്നത് നിനക്ക് ഓഫർ ചെയ്യാൻ വേണ്ടിയാണ്. സമയോട് പറയാം, നിന്റെ ദൈവത്തിന് യാഗം കഴിക്കാൻ ഇത്ര ആടുകളെ പറയാ. നോ നോ, പ്രവാചകൻ പറയാണ്, അല്ല, അരുത്, നീ ദൈവത്തിന് വേണ്ടി പ്രത്യേകം അവൻ പറഞ്ഞത് കേക്ക്. അതാണ് വലിയ കാര്യം. അവൻ പറയാതെ ഞാൻ പോയി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതും അവൻ പറയുന്നതിനെ ധിക്കരിച്ചുകൊണ്ട് മറ്റു ജോലി ചെയ്യുന്നത് രണ്ടും റോങ് ആണ്. We should obey, we should go after, seek after God's plan. അവിടെയാണ് യഥാർത്ഥമായ ദൈവികമായ സന്തോഷവും സമാധാനവും. അതാണ് യഥാർത്ഥമായ ട്രഷർ എന്ന് പറയുന്നത്. അവന്റെ ഹിതം. God himself is the treasure. വായിക്കാം Matthew chapter 13 verse 44. The kingdom of heaven is like a treasure hidden in a field. When a man found it, he hid it again, and then in his joy went and sold all he had and bought that field. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഒരു ട്രഷർ കണ്ടെത്തി. ആ ട്രഷർ ഒരു മറ്റൊരാളുടെ ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ട്രഷർ അവൻ കണ്ടെത്തി. ആ കണ്ടെത്തിയിട്ട് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൻ ചെന്ന് മറച്ചു. പിന്നീട് ചെന്നത് ആ വയലും തനിക്കുള്ളതൊക്കെ വിറ്റിട്ട് അത് ആ സന്തോഷം അവൻ മേടിച്ചു, ആ ട്രഷർ അവൻ മേടിച്ചു. ഇത് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കുമായിട്ടൊന്ന് പെട്ടെന്നൊന്ന് അനലൈസ് ചെയ്തിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത് പറഞ്ഞിരിക്കുന്നു, ദ കിങ്ഡം ഓഫ് ഹെവൻ, നോട്ട് ഗോഡ് ഹിംസെൽഫ്. ദ കിങ്ഡം ഓഫ് ഹെവൻ, ദ കിങ്ഡം ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്നത് ദൈവം തന്നെയാണ്. ഗോഡ്സ് കിങ്ഡം എന്ന് പറയുന്നത്, ബസേലിയ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭരണത്തെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ്സ് God's decisions, God's government, God himself. God, or the kingdom of God, or the kingdom of heaven is like a treasure hidden in the field. It's not just a treasure, it's a hidden treasure. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ദൈവത്തിൽ സന്തോഷവും ദൈവത്തിൽ പരമാനന്ദവും കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാണ്. ഇറ്റ്സ് എ മിസ്റ്ററി. അതൊരു രഹസ്യമാണ്, അതൊരു കൺവിക്ഷനാണ്. അത് ആ വ്യക്തിക്ക് മാത്രം, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രം, ഓർ ദൈവം റിവീൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ഇറ്റ് ഇസ് എ ഹിഡൻ ട്രഷർ. സോ ഫൈൻഡിങ് ദ ഗ്രേറ്റസ്റ്റ് ജോയ് ഇൻ ഗാഡ്, ദൈവത്തിൽ ഏറ്റവും വലിയ സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നത് അതൊരു ഹിഡൻ സീക്രട്ടാണ്. The kingdom of heaven is like a treasure hidden in a field. A man found it. ഒരു പക്ഷേ ഒരു മനുഷ്യൻ ആ വയലിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യനായിരുന്നിരിക്കും, അവിടെ പ്ലോ ചെയ്യുന്ന മനുഷ്യനായിരുന്നിരിക്കും, അവിടുത്തെ കല്ലോ കട്ടയൊക്കെ മാറ്റുന്ന മനുഷ്യനായിരിക്കും, അല്ലെങ്കിൽ പുല്ല് വെട്ടിയൊക്കെ ഉപയോഗിക്കാതെ കിടന്നൊരു ഫീൽഡായിരുന്നിരിക്കാം, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഉപയോഗിക്കുന്ന ഫീൽഡ് ആയിരുന്നെങ്കിൽ മറ്റാരെങ്കിലും നേരത്തെ ഇത് കണ്ടെത്തുമായിരുന്നു. മേ ബി അത്ര കുറച്ച് നെഗ്ലക്റ്റഡ് ആയിട്ട് കിടന്ന ഒരു ഫീൽഡായിരിക്കാം. ആ ഫീൽഡിലെ അവൻ പ്ലോ ചെയ്തപ്പോഴേ പെട്ടെന്ന് നിധി കണ്ടെത്തുകയാണ്. ഈ നിധികൾ ഒളിഞ്ഞു കിടക്കുന്ന നിധികളുടെ പ്രത്യേകത, ഇറ്റ് ഇസ് നോ വൺസ് പ്രോപ്പർട്ടി. അതൊരു പക്ഷേ ആ വയലിന്റെ ഉടമസ്ഥൻ മറ്റാരെങ്കിലും നിന്നും വാങ്ങിയതായിരിക്കും, ഒരുപക്ഷെ അതിനു മുമ്പ് ആരെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കും. അത് ആരെങ്കിലും ഒരുപക്ഷെ ആ വൺ ഓഫ് ദി ഓണേഴ്സ് അവിടെ ട്രഷറോടെ കുഴിച്ചിട്ടതായിരിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ട് കുഴിച്ചിട്ടതായിരിക്കും. ദെൻ ആഫ്റ്റർ എ ലോങ് പീരീഡ് അതങ്ങനെ ഫോർഗോട്ടൺ ആയിട്ട് അങ്ങനെ അവിടെ കിടന്നതായിരിക്കും. ബട്ട് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ദ ഓണർ ഓഫ് ദാറ്റ് ട്രഷർ ഈസ് ദ ഓണർ ഓഫ് ദാറ്റ് ഫീൽഡ്. വളരെ രസകരമാണ്. ട്രഷർ കണ്ടിട്ട് ട്രഷർ എടുത്തുകൊണ്ട് പോവുകയല്ല അയാൾ ചെയ്തത്. ഹി വാസ് എ ജസ്റ്റ് പേഴ്സൺ. അവൻ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു, ഒരിക്കലും തെറ്റല്ല ചെയ്യുന്നത്. He understood one thing: the treasure belongs to the owner of this field. Maybe the present owner of the field is not actually the owner, but as he is holding the title of this field, he is the one in possession of this treasure. To make it my
my treasure, to my possession, I need to go and ask him to sell this field. ഈ വയൽ അവനോട് വിൽക്കാൻ വേണ്ടി അവനോട് വാങ്ങുകയാൽ മാത്രമേ എനിക്ക് ഇത് ഓണർഷിപ്പ് കിട്ടത്തുള്ളൂ. രണ്ട് കാര്യമുണ്ട്. ഇഫ് ദ ട്രഷർ ബിലോങ്സ് ടു ഹിം, ഹി വിൽ നോട്ട് സെൽ ഇറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇഫ് ദർസ് എ ട്രഷർ, അവരെ അതിലേക്ക് ആരെയും പെർമിറ്റ് ചെയ്യത്തില്ല. അവിടെ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആരും അവിടെ പെർമിറ്റ് ചെയ്യുന്നില്ല. സോ ദാറ്റ് മീൻസ് ദിസ് പേഴ്സൺ ഡസന്റ് നോ അബൌട്ട് ഇറ്റ്. Is somebody's. It's a treasure. It's a treasure. It's a hidden treasure. So this man, the treasure was in the field. It was not open for everyone. It was there. Just it was there hidden. He took some time. He went back. Just imagine the situation. He went to the owner of the field, telling him, "Are you going to sell this field? ഇത് വിൽക്കുമോ?" ഒരു പക്ഷേ ആ ഓണർ സർപ്രൈസ് ആയി കാണും. മോർണിംഗില് ഇവിടെ പണിയാൻ വേണ്ടി വന്ന ഒരാളെ പണി നിർത്തിയിട്ട് ഓടി വന്ന് ചോദിക്കുകയാണ്, ഈ ഫീൽഡ് കൊടുക്കുന്നു, ഈ വയൽ കൊടുക്കുന്നു എന്ന് ചോദിക്കുക. പണിക്ക് ഇവിടെ വരണമെങ്കിൽ അവൻ അത്ര സമ്പന്നൊന്നും ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ കുറച്ചൊരു പക്ഷേ ഈ മേ ഹാവ് ലിറ്റിൽ പ്രോപ്പർട്ടി എന്തെങ്കിലും കാണുമായിരിക്കാം. ബട്ട് ഫോർ ഹിസ് ലൈവ്ലിഹുഡ്, he is coming as a for daily wages, as a labor. So ഈ മനുഷ്യൻ ചോദിച്ചാണ്, ഈ പൊട്ടൻ എന്താണ് ഈ പറയുന്നത്? രാവിലെ വന്ന് പണിയാൻ വന്നിട്ട് വയൽ മേടിക്കാൻ പോകുന്നു. വാട്ട് നോൺസെൻസ്. അപ്പൊ നമ്മളോട് ആരുടെങ്കിലും വന്നിട്ട് ചോദിക്കാതിരിക്കണം, നിങ്ങൾ താമസിക്കുന്ന വീട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കൊച്ചു ഫ്ലാറ്റ് അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത് കൊടുക്കുന്നു എന്ന് ചോദിച്ചു നമ്മൾ സർപ്രൈസ്. നമ്മൾ കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്നല്ലോ. No, please, if you are willing to sell it, no, I will buy it. Please. അപ്പം നമ്മളെന്ത് പറയും? അത് ശരി, അപ്പൊ നമ്മളുടെ വില അങ്ങ് പറഞ്ഞേക്കാം. എന്താണ്, ഈ ഇവിടെ സ്ഥലത്ത് ഒരു സെന്റിന് എൻ്റെ കയ്യിൽ 5 cents ഓഫ് ലാൻഡ് ഉണ്ട്, ഒരു കൊച്ചു വീടുണ്ട്. ഇവിടുത്തെ കറണ്ട് പ്രൈസ് ഒരു 5 lakhs rupees per cent ആണ് എന്നിരിക്കട്ടെ. ഞാൻ എന്ത് പറയുന്നത് അറിയാമോ? 20 ലക്ഷം രൂപ സെന്റിന് തരികയാണെങ്കിൽ ഞാൻ തന്നേക്കാം. എന്നാ കൊടുക്കാൻ വേണ്ടിയല്ല, ജസ്റ്റ് ഒരു പറയല്, 4 times പ്രൈസ് ഇട്ടങ്ങ് പറയുക. ഇവിടെ സംഭവിക്കുന്നതാണെന്ന് അറിയാമോ? He went and asked. അങ്ങ് റെസ്പോൺസ് ആയിരിക്കും തീർച്ചയായിട്ടും ആ ഫീൽഡിന്റെ ഓണറിൽ നിന്ന് ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളൂ. അയാളുടെ ഹയർ പ്രൈസ് പറഞ്ഞു കാണും. ഐ ഇമാജിൻ സോ, ഹയർ കോസ്റ്റ് പറഞ്ഞു കാണും. He agreed. ഒരു പക്ഷേ 5,000 രൂപ വിലയുള്ള സ്ഥലത്തിന് ആ മനുഷ്യന് 5 ലക്ഷം രൂപയായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ദിസ് മാൻ, ഈ ട്രഷർ കണ്ടെത്തിയ മനുഷ്യൻ പറയുകയാണ്, എഗ്രീഡ്, സമ്മതിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അതിന്റെ ഓണർ സർപ്രൈസ് ആയി പോയി കാണും. ആളിയാച്ചാണ് എനിക്കൊരു ലോട്ടറി അടിച്ച പോലെയാണത്. ഇവൻ ഇവൻ പോയിട്ട് ഇത്രയും പെട്ടെന്ന് ഇവിടെ കാശ് കൊടുത്തുണ്ടാക്കാനാണ്, അല്ലെങ്കിൽ കൊണ്ടട്ടെ, എനിക്ക് പോലെ 10 times അല്ലെ 5 times അല്ലേ ഞാൻ കൂടുതൽ കിട്ടാൻ പോകുന്നത്. എനിക്ക് ഇതുപോലെ എത്ര ഫീൽഡ് മേടിക്കാൻ പറ്റും? ഇതുപോലത്തെ 10 ഫീൽഡ് വേണേൽ വേറെ മേടിക്കാൻ പറ്റും. ഇറ്റ്സ് എ ഗുഡ് ബാർഗെയിൻ എന്ന് ഒരു പക്ഷേ ചിന്തിച്ചു. ബട്ട് ദ പേഴ്സൺ ഹു ഫൗണ്ട് ദ ട്രഷർ നോ ദ വാല്യൂ ഓഫ് ദ ട്രഷർ. എഴുതിയിരിക്കുന്നത്, he in his joy he went out and sold all what he had. കൊടുക്കാമെന്ന് പറഞ്ഞ് വില വളരെ കൂടുതലാണെന്ന് പറഞ്ഞിട്ടും in his joy he went and sold all he had. അതിന്റെ സന്തോഷത്തിൽ നഷ്ടമാക്കുന്നതിന് വേണ്ടിയല്ല, നഷ്ടമാകാൻ സാധ്യതയുള്ള ഒരു പക്ഷെ പുറമെ നിന്ന് നോക്കുമ്പോൾ ഒരു അൺറീസണബിൾ ബാർഗെയിൻ ആണ്, ലോസ് ആണെന്ന് ആൾക്കാർ of the treasure. In his joy he went and sold all he had. അവനുള്ളതെല്ലാം for an unreasonable price, for an unjustifiable price. He was willing to buy, he was willing to take possession of the treasure. അതിന്റെ ട്രഷറിന് വേണ്ടിയിട്ട് അവൻ അൺറീസണബിൾ ബാർഗെയിനെ നിന്ന് കൊടുക്കിയ ഒരു പോർഷനെ പോലെ. When you and me accept Lord and we opt for God's will in our life, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ഞാൻ ചില ഫൂളിഷ് ഡിസിഷൻ എടുക്കുന്നു എന്ന് ആൾക്കാർ പറഞ്ഞാലും, if you know the value of the treasure, your heart will be filled with joy. നീ നഷ്ടമാക്കുമ്പോഴൊക്കെയും സന്തോഷം നിന്റെ ഉള്ളിൽ നിറയും. കാരണം even though the other people, your friends, cannot identify or understand or measure the value of the treasure, you can measure. You know how much it is valuable.
he is no fool who is willing to lose what he cannot keep to gain what he cannot lose. അതിന്റെ അർത്ഥം എനിക്ക് പറഞ്ഞാൽ അറിയത്തില്ല. ജിം എലിയറ്റ് പറഞ്ഞ 27 ഇയേഴ്സിലോ 28 ഇയേഴ്സിലോ മറ്റോ ഇക്വഡോറിലെ മാനീറ്റേഴ്സിന്റെ എന്താ കുന്തം കൊണ്ടുള്ള കുത്തലിലെ സ്പിയർ കൊണ്ട് കുത്തിത്തുളച്ച് മരിച്ചുപോയ മനുഷ്യന് പറയുകയാണ്, നഷ്ടമാകാത്ത ഒന്ന് കീപ്പ് ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട്. ഈ ലോകത്തിലെ നഷ്ടമായത് വലുതായ കാര്യങ്ങളൊക്കെ നഷ്ടമാക്കുന്നവൻ ഒരു വിഡ്ഢിയല്ല. ഉന്നതമായതിന് വേണ്ടി, ഗ്രേറ്റ് ആയിട്ടുള്ള ട്രഷറിന് വേണ്ടി ജീവിതത്തിലെ സകലത്തെ നഷ്ടമാക്കുന്നവനെ വിഡ്ഢി എന്ന് വിളിക്കരുത്. Because he knows the value of that treasure. In his joy, he went and sold all he had. തനിക്കുള്ളതെല്ലാം അവൻ വിറ്റു. ഒരു പക്ഷെ അന്ന് ഓടി അവൻ ചെന്ന് അന്നേരം ഡീൽ നടന്നു കാണില്ല. പിറ്റേ ദിവസമായിരിക്കാം ഡീൽ നടക്കാൻ പോകുന്നത്. പറഞ്ഞു കാണും, ഒരു ദിവസത്തെ സമയം തരാൻ പറഞ്ഞു കാണും, 2 ദിവസത്തെ സമയം പറഞ്ഞു കാണും. അപ്പം ഒരു പക്ഷെ ആ ഫീൽഡിന്റെ ഓണർ പറഞ്ഞു കാണും, നോ എനിക്ക് നാളെ തന്നെ കിട്ടണം, കാരണം എന്താ കാശ് ഇത്ര പോകല്ലോ, മനസ്സ് മാറില്ലേ. ഒരു ഇമാജിനേഷൻ, വൈൽഡ് ഇമാജിനേഷൻ, ശരിയായിരിക്കാം തെറ്റായിരിക്കാം. ജസ്റ്റ് ഇങ്ങനെ സ്റ്റോറീസ്, പലപ്പോഴും ഇതിനെക്കുറിച്ച് വായിക്കുന്ന പല സ്റ്റോറികളിലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇമാജിനേഷൻ, ഇമാജിനറി ഇങ്ങനെയാണ്. അവൻ പുറത്തേക്ക് പോയി കാണും, ഓടിച്ചെന്ന് വീട്ടിൽ ചെന്ന് വൈഫിനെ വിളിച്ചു കാണും, പറഞ്ഞാണ്ടേ ഞാനെന്ന് പണിക്ക് പോയ സ്ഥലത്തെ ഒരു ട്രഷർ ഒഴിഞ്ഞു, ഞാൻ വാങ്ങാൻ വേണ്ടി പോകും. പക്ഷേ ട്രഷറിനെ കുറിച്ച് പറഞ്ഞാൽ ഭാര്യയോട് പറഞ്ഞോന്ന് അറിയത്തില്ല, പറഞ്ഞു കാണത്തില്ലായിരിക്കും. ഹൈഡ് ഇതെന്നാ പറഞ്ഞു, അവന്റെ മറച്ചെന്നാ പറഞ്ഞിരിക്കുന്നത് എല്ലാവരോടും. അത് നമുക്ക് മേടിക്കണം. അപ്പം ഭാര്യ ചോദിച്ചാൽ രാവിലെ പണിയാൻ പോയിട്ട് വൈകുന്നേരം മറ്റു മേടിക്കാൻ പോയി, എന്താ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമല്ലോ എന്ന് ചോദിച്ചാണ്. അത് പറയും അയാളെ ഒരു വില പറഞ്ഞ് ഒത്തു കാണുമല്ലോ, ആ വിലയ്ക്കൊത്ത തനിക്കുള്ളതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഓൾ ഹി ഹാഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മുഴുവൻ വിറ്റാലേ അതൊരു പക്ഷേ അതിന് തികയത്തുള്ളൂ. അത് വൈകുന്നേരം ഒരു പക്ഷേ മാർക്കറ്റിലെ ഈവനിങ്ങിൽ ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്ന വില്ലേജിന്റെ മെയിൻ എന്താ പറയുക ഗ്യാതറിംഗ് പോയിന്റിലെ ആൾക്കാരൊക്കെ വൈകുന്നേരം വരുന്ന സ്ഥലത്ത് ഓടിപ്പോയി കാണും. സമയമില്ല, പെട്ടെന്ന് പറഞ്ഞാണ് ഞാൻ എന്റെ വീടും എന്റെ കൊച്ചു നിലവും ഒക്കെ വെക്കാൻ പോവാണ്, ആർക്കെങ്കിലും വേണം. ആൾക്കാരിക്കാടാ ഇവൻ എന്തൊരു വട്ടനാണ്, ഇത് വിൽക്കാൻ വേണ്ടി പോവാണ്, പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. കുറെ ആൾക്കാരോട് പറഞ്ഞ് വന്ന് കാണുകയൊക്കെ ഉണ്ട്. നാളെ രാവിലത്തേക്ക് ഞാൻ വിൽക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ വില കുറച്ച് ആക്ച്വൽ ഉള്ള വാല്യൂവിനേക്കാൾ കുറവ് വാല്യൂ പറഞ്ഞു കാണും. ഒരു പക്ഷേ 5 ലക്ഷം രൂപ കാണും എല്ലാം കൂടെ. അയാളുടെ ഒരു 10 സെന്റ് സ്ഥലത്തിനോ ഈ മറ്റേ ഫീൽഡ് പക്ഷേ 5-10 സെന്റേ കാണത്തുള്ളായിരിക്കും, ഫീൽഡിന് വില കുറവാണ്. അതിനുവേണ്ടി ഇതിന്റെ വിലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ ആയിരിക്കും കൂടുതൽ പുറമേ നിന്ന് നോക്കും. സോ എന്റെ കയ്യിലുണ്ടായിരുന്നതിന് വേണ്ടി അവൻ willing to sell it. He was willing to sell for an unreasonable price. ഒരു പക്ഷെ 10 ലക്ഷം രൂപ കിട്ടുവാനായിട്ട് സാധ്യത ഉണ്ടായിരുന്ന അത് അവൻ പറഞ്ഞു കാണും, ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് തരാം ആർക്കെങ്കിലും, കാരണം 5 ലക്ഷം രൂപ മറ്റേ വില പറഞ്ഞിരിക്കുന്നു. If at all that had an assessed value more than what he said, അവൻ അതിന്റെ വില കുറച്ച് പറഞ്ഞു കാണും, മറ്റേതിന്റെ വില കിട്ടിയാൽ മതി. കാരണം sale has to happen. The treasure should not be lost. He should not lose the treasure. ആ ധനം, ആ വലിയ ട്രഷർ, ആ വലിയ എന്താ പറയുക ആ നിക്ഷേപം, ആ നിധി നഷ്ടമാകാതിരിക്കാൻ വേണ്ടി he was willing to sell his property on all he had at a lower price. കിട്ടുവാൻ സാധ്യതയുള്ള പ്രൈസിനേക്കാൾ കുറച്ചേ കിട്ടി കാണത്തുള്ളൂ. അങ്ങനെ ഒരു ക്വിക്ക്, അതായത് എന്താ പറയുക ഡിസ്ട്രസ് സെയിൽ എന്നൊക്കെ പറയത്തില്ലേ, ഒരു എമർജൻസിയിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലാണ്, നാളത്തേക്ക് ഇത്ര ലക്ഷം രൂപ ഒരു ഓപ്ഷനും ഇല്ല, ആരെങ്കിലും ഒരു എന്താ പറയുക ഒരു എഴുതിത്തള്ളിയ വിലയ്ക്ക്, വളരെ തുച്ഛമായ വിലയ്ക്ക് കൊടുത്തിട്ട് പോയെന്ന് പറയത്തില്ലേ, ഡിസ്ട്രസ് സെയിൽ. ഹി വാസ് ഇൻ ഡിസ്ട്രസ് ബട്ട് ഫോർ എ കോസ്. ഒരു ഉന്നതമായ ദർശനത്തിന് വേണ്ടി ഹി വാസ് വില്ലിംഗ് ടു സെൽ ഓൾ ഹി ഹാഡ്. ആൾക്കാരെല്ലാം എന്നെ പഴി പറഞ്ഞു കാണും, എന്നെ ദുഷിച്ചു കാണും, എന്നെ ഭോഷണം എന്ന് വിളിച്ചു കാണും, ഫൂൾ എന്ന് വിളിച്ചു കാണും, മരമണ്ടനെന്ന് വിളിച്ചു കാണും, വാട്ടനെന്ന് വിളിച്ചു കാണും. ബട്ട് ഹി ന്യൂ, അവനൊരു കാര്യം നന്നായിട്ട് അറിയാം, എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്. He knows very well the value of the treasure that he hid. മറഞ്ഞിരിക്കുന്ന, അവൻ മറച്ചു വെച്ചിട്ട് പോന്ന ആ നിധിയുടെ വില അവൻ നന്നായി അറിയാം. സോ ഇൻ ഹിസ് ജോയ്, അവന്റെ സന്തോഷത്തിൽ, പ്രാഗിക്കൊണ്ടല്ല, ഗതികേട് കൊണ്ടല്ല, ഇൻ ഹിസ് ജോയ് he went and sold all. അവൻ വിറ്റു. എന്താ അറിയാമോ, and bought the field. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. ട്രഷർ ഇരിക്കുന്നത് ആ ഫീൽഡിലാണ്.
ആ ഫീൽഡിലെ മുള്ളുകൾ കാണും, ആ ഫീൽഡിലെ എന്താ പറയുന്നത് ഷാർപ്പ് സ്റ്റോൺസ് കാണുമായിരിക്കാം, ഉപയോഗിക്കാതെ കിടന്നാണ്ട് പാറക്കൂട്ടങ്ങൾ കാണുമായിരിക്കാം, ഊഷരമായിരിക്കാം. But he has to buy the field to get the treasure. ക്രിസ്ത്യൻ ലൈഫിൽ നമ്മൾ എൻജോയ് ചെയ്യേണ്ട സമാധാനവും സന്തോഷവും അതിന് വില കൊടുക്കണം. You cannot have God unless with the field. You cannot have the treasure without the field. ക്രിസ്തീയ ജീവിതത്തിന്റെ എല്ലാ പഥങ്ങളിലൂടെയും സഞ്ചരിക്കുവാൻ എനിക്ക് ഒരുക്കമില്ലെങ്കിൽ കർത്താവ് തരുന്ന ആ വലിയ ദിവ്യമായ സന്തോഷം എന്ന ട്രഷർ, ദൈവരാജ്യം എന്ന വലിയ 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 ധനം, ആ വലിയ നിധി എനിക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റത്തില്ല. People all need small material blessings and prosperity from God. It's all part of it. Field അതിന്റെ എല്ലാ ദുഃഖങ്ങളോടും കൂടി സ്വീകരിക്കുവാൻ, ക്രിസ്തീയ ജീവിതത്തിന്റെ എല്ലാ ദുഃഖങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ എംബ്രേസ് ചെയ്യുവാൻ, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. God wants us to have the great peace with all the struggles of a Christian life. ക്രിസ്തീയ ജീവിതത്തിന്റെ എല്ലാ സ്ട്രഗിൾസിനോടും കൂടെ ദിവ്യമായ സമാധാനം അനുഭവിക്കുവാനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. So the question is, where do you find the treasure? എവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ നിക്ഷേപങ്ങൾ കണ്ടെത്തുന്നത്? നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. If this God and His kingdom is your treasure, നിങ്ങളുടെ ഹൃദയം എപ്പോഴും അതിലായിരിക്കും. നിങ്ങളുടെ സ്റ്റുഡന്റ് ആയിരിക്കാം, പക്ഷെ നിങ്ങളുടെ എപ്പോഴുമുള്ള ചിന്ത ദൈവത്തെ കുറിച്ചായിരിക്കും. നിങ്ങൾ നന്നായി പഠിക്കും, പക്ഷേ അതിനേക്കാൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളും. I was an ICPF student. I was an ICPF student leader. Then later I was an ICPF student counselor for some time in Ernakulam, when there was no person to take up that position for a short while. ICPFന്റെ എല്ലാ ലാഡറുകളിലൂടെയും ദൈവത്തിന്റെ കൃപയാൽ ഞാൻ കടന്നുപോയി. എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ദൈവത്തെ ട്രഷറാക്കി വെക്കുവാൻ, ലോകത്തിൽ ജീവിതത്തിൽ മറ്റെന്തിനെക്കാട്ടിലും ഉപരിയായി ദൈവത്തെയും ദൈവരാജ്യത്തെയും സ്നേഹിക്കുവാൻ. And if that turns to be my obsession, my mental obsession, എൻ്റെ മനസ്സിന്റെ ബാധ പോലെ ദൈവരാജ്യം മാറുന്നുവെങ്കിൽ, എന്ത് ചിന്തകളിലും ഞാൻ അവസാനിപ്പിക്കുന്നത് ദൈവരാജ്യത്തിലാണെങ്കിൽ, എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തളയ്ക്കപ്പെട്ടിരിക്കുന്നത് ദൈവവുമായുള്ള ബന്ധത്തിലാണെങ്കിൽ, ഞാൻ കാണുന്ന എൻ്റെ പകൽക്കിനാക്കളും ഞാൻ സ്വപ്നം കാണുന്ന എല്ലാം ദൈവരാജ്യവുമായിട്ട് ശക്തമായിട്ടൊരു ലിങ്കിലാണെങ്കിൽ, എൻ്റെ ട്രഷർ ദൈവമാണ്, എൻ്റെ പരമാനന്ദം അവനാണ്. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നിന്ന് എനിക്കും പറയാനായിട്ട് പറ്റും, I will go to the altar of my God, to my God, my supreme delight, my exceeding joy. എൻ്റെ ജീവിതത്തിന്റെ പരമാനന്ദം ഈ ദൈവമാണ്. എന്നെ കേൾക്കുന്ന ICPFന്റെ ഓഡിയൻസിനോട് ഞാൻ വളരെ സ്നേഹത്തോടെ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ ട്രഷർ എന്താണെന്നൊരു ആസിഡ് ടെസ്റ്റ് ഒന്ന് നടത്തണം. പറ്റിയൊരു കാര്യം ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ ഒന്ന് ഇംബൈബ് ചെയ്ത് എടുത്താൽ മതി, ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ എൻ്റെ എഫേർട്സ് കൂടുതലും എന്തിനു വേണ്ടിയായിരുന്നു? എൻ്റെ പ്രാർത്ഥനകൾ എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയാണ് ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിരുന്നത്? എൻ്റെ സ്വപ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്നെ വ്യാമോഹിപ്പിച്ചത് എന്തായിരുന്നു? Was it a good job? Was it a good result? Was it a good family? A good partner? Was it another country? ഒരു മഞ്ഞ് വീഴുന്ന രാജ്യമായിരുന്നു? ഒരു ഡെവലപ്ഡ് കൺട്രി? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിന്റെ പൊസഷൻ, സ്പെഷ്യൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നോ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നോ? എന്തായിരുന്നു നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്, അട്രാക്ട് ചെയ്തത്? അതാണ് നിങ്ങളുടെ ട്രഷർ. ഇൻ ജനറൽ ഐ വുഡ് സേ, ലൗകികമായ ചില നേട്ടങ്ങൾ, യു നെയിം ഇറ്റ്, ജോലിയോ പൊസിഷനോ വാട്ടെവർ ഇറ്റ് ഈസ്, അതാണ് ജനറലി ഇന്ന് ദൈവത്തെ സ്നേഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന അവന്റെ മക്കളുടെ പോലും ജീവിതത്തിന്റെ ട്രഷർ. In order to get that treasure, they need an assistance from God. ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് നിലനിൽക്കുന്നത്, ദൈവമായിട്ടുള്ള ബന്ധം നാം കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള എർത്തലി ആയിട്ടുള്ള
ടെമ്പറൽ ആയിട്ടുള്ള ട്രഷേഴ്സിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. കർത്താവിന്റെ വചനം നമുക്ക് ബുദ്ധിപദേശം നൽകുകയാണ്. If you have put your trust in this God for the sake of getting something in this world, you are the most wretched person in this world. ദൈവത്തെ കൊണ്ട് കാര്യസാധ്യത്തിന് വേണ്ടിയാണ് നടക്കുന്നതെങ്കിൽ I am the wretched person in this world. Some people think, പോൾ പറയുകയാണ് തിമോഥെയോസിന് എഴുതുമ്പോൾ, some people think godliness is a means for financial gain. ചിലർ ചിന്തിക്കുന്നു ദൈവഭക്തി ആദായ സൂത്രമാണ്. ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടത്, കുറച്ചും കൂടെ ഡിസ്ക്രിപ്റ്റീവ് ആണ് വാക്ക്. Some people truly think that godliness is a means for financial gain. ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ആത്മീയത. ഈ ലോകത്തിലെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ, പ്രാർത്ഥിച്ച് നേടുവാൻ, പിടിച്ചു വെച്ച് മേടിക്കാനുള്ളതാണ് ആത്മീയത. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ വിഷമിക്കരുത്, എന്നോട് ദേഷ്യം തോന്നരുത്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, some people think that spirituality is for financial gain, spirituality is for a good result, spirituality is for a better job, spirituality is for a better partner, good partner, spirituality is for going to a better country. They are classified under the group of wretched people. അരിഷ്ടന്മാരായ മനുഷ്യരുടെ ഗ്രൂപ്പിലാണ് അങ്ങനെയുള്ളവരെ ദൈവത്തിന്റെ വചനം കാണുന്നത്. ഞാൻ നിങ്ങളോട് വളരെ സൗമ്യമായി ഒരു പ്രാവശ്യം കൂടെ ആവശ്യപ്പെടുന്നു, ഒരു കാര്യവും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ആ wretched പീപ്പിളിന്റെ ഗ്രൂപ്പിലാണ് നിങ്ങളെന്ന് തോന്നുന്നെങ്കിൽ you should admit that. I should admit that. കഴിഞ്ഞ കാലങ്ങളിൽ what was your contribution for God if he was your treasure? ദൈവമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ട്രഷർ എങ്കിൽ, ദൈവരാജ്യമായിരുന്നു, സ്വർഗരാജ്യമായിരുന്നു, കിങ്ഡം ഓഫ് ഹെവൻ ഓർ കിങ്ഡം ഓഫ് ഗാഡ് ഓർ ഗോഡ്സ് കിങ്ഡം, whatever you name it, ദൈവരാജ്യമായിരുന്നു നിങ്ങളുടെ ട്രഷർ എങ്കിൽ, what was your contribution? How much time could you spend for the kingdom of God? പ്രാർത്ഥിക്കുന്ന കാര്യമല്ല പറയുന്നത്, പ്രാർത്ഥിക്കുന്നത് is a personal thing. How much time you could spend for God's kingdom? You have a good platform like ICPF to work for the Lord, to invite your friends. You have an ample opportunity. And ICPF leaders, ICPF staff, ICPF student counselors always encourages you. They all encourages you for taking up this great cause. ഇത് ദൈവത്തിന്റെ രാജ്യം നിങ്ങളുടെ ചുമലിലേറ്റുവാൻ വേണ്ടി അവർ തരാൻ വേണ്ടി നോക്കി നിൽക്കേണ്ട, അസൈൻമെന്റ് തരാൻ വേണ്ടി. ബട്ട് വാട്ട് വാസ് യുവർ കോൺട്രിബ്യൂഷൻ? കിട്ടിയ പോക്കറ്റ് മണിയിൽ എത്ര നിങ്ങൾക്ക് കർത്താവിന്റെ വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി? അതൊക്കെ ചെയ്യണം. നിങ്ങൾ പറയണ്ട, യോ ഐ എം എ സ്റ്റുഡന്റ്, ഐ ഡോണ്ട് ഹാവ് എനി. നോ, യു ഹാവ് ഇനഫ് പോക്കറ്റ് മണി, കുറച്ചെങ്കിലും കിട്ടുന്നുണ്ട്. ഹൗ മച്ച് കുഡ് യു യൂസ് ഇറ്റ് ഫോർ കിങ്ഡം? ഹൗ മച്ച് യു കുഡ് ഗിവ് ഇറ്റ് ടു ദ പൂർ പീപ്പിൾ? ദൈവത്തിന്റെ വചനത്തിലെ പുതിയ നിയമത്തിൽ 2 നിയമങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾഡ് ടെസ്റ്റ്മെന്റിന് one love God, one love your neighbor, with equal importance. When you build the kingdom of God, you have to take care of God. You should take care of for the kingdom of God. You should take care of the problems of your neighbor, your friend. Where your treasure is. നിങ്ങളുടെ treasure ഉള്ളിടത്ത്, where your treasure is, there your heart also will be. നിങ്ങളുടെ നിധി എവിടെ ഇരിക്കുന്നു, നിങ്ങളുടെ ട്രഷർ ഡെപ്പോസിറ്റ് എവിടെ ഇരിക്കുന്നു, അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ഇപ്പോൾ എവിടെയാണ് ഹൃദയം? You need to ask this question to yourself. I need to ask this question to myself. എനിക്ക് എന്നോട് തന്നെ ചോദിക്കണം, എവിടെയാണ് ട്രഷർ? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഈ ട്രഷർ എവിടെയാണ്? If the treasure is not in God, if the treasure is not the kingdom of God, let us make a deliberate decision today. കർത്താവേ, എന്റെ ജീവിതത്തിന്റെ ട്രഷർ നീയാണ്. ഞാൻ നേരത്തെ വായിച്ചു കേൾപ്പിച്ച സങ്കീർത്തനത്തിലെ ഭാഗത്തെ പോലെ, I'll go to my God, my supreme delight. Hebrews chapter 11 verse 16 അബ്രഹാം, ജേക്കബ് ആൻഡ് ഐസക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരിക്കുന്നു. Let us
conclude it. Time is up. We have only 5 more minutes around. It should be our dream. It should be our desire. Kingdom of God is my treasure. ദൈവരാജ്യമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധനം. ദൈവരാജ്യത്തിന്റെ മഹത്വമാണ്, ദൈവനാമത്തിന്റെ മഹത്വമാണ് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ ജീവിതത്തിൽ ഏതെല്ലാം ഓപ്ഷൻ ദൈവം എനിക്ക് തന്നാലും, ഞാൻ തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻ, ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഓപ്ഷൻ ഏത് തന്നെയാണെങ്കിലും, എൻ്റെ ഫോക്കസ്, എൻ്റെ ഡ്രീം ഒന്ന് മാത്രമായിരിക്കും. That is the fulfillment of God's will and expansion of His kingdom. ദൈവഹിതത്തിന്റെ സമ്പൂർണമായ നിവൃത്തിയും ദൈവരാജ്യത്തിന്റെ പണിയുമായിരിക്കും എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഞാൻ ഫുൾ ടൈം ഗോഡ് സെർവന്റ് ആയിരിക്കാം. ഞാൻ ഒരുപക്ഷെ ഒരു സെക്യുലർ ജോബോട് കൂടി അവനെ സേവിക്കുകയും ചെയ്യുന്നതായിരിക്കാം. ഇൻകവും എൻ്റെ സമയവും, again once again I repeat, എൻ്റെ എല്ലാം ഈ ട്രഷറിന് വേണ്ടി ഞാൻ ചിലവാക്കാം. എൻ്റെ ചിന്തകളെല്ലാം ഈ ട്രഷറായിരിക്കും. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ദൈവവും അവന്റെ ആഗ്രഹമായിരിക്കും. അബ്രഹാമിനെ പോലെ, ഇസഹാക്കിനെ പോലെ, യാക്കോബിനെ പോലെ ഞാനും വിളിച്ചു പറയും, അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ ഞാൻ കാക്ഷിക്കുന്നു. ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ച ഒരു നിധിയോട് സദൃശ്യം. ഒരു മനുഷ്യൻ അത് കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ഈ വയൽ നമുക്ക് വാങ്ങാം. ട്രഷറല്ല, ഈ വയൽ നമുക്ക് വാങ്ങാം. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. It may touch your conveniences. എന്റെ കൺവീനിയന്റ് ആയിട്ടുള്ള പോക്കിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യും. But that worth, relinquishing those conveniences. ആ കൺവീനിയൻസ് എല്ലാം വേണ്ടെന്ന് വെക്കാനായിട്ട് തക്കവണ്ണം അത് യോഗ്യമാണ്, അത് വർത്താണ്. സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കണമെങ്കിൽ, നിരന്തരമായ ദൈവികമായ സാമീപ്യ സന്തോഷം അനുഭവിക്കണമെങ്കിൽ ദൈവരാജ്യം ഒരു ട്രഷർ ആയിരിക്കാം. Let us close our eyes. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കിയെങ്കിൽ നന്ദി പറയും. ഞങ്ങളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ അനേക ആവശ്യങ്ങളും വ്യഥകളുടെയും മധ്യത്തിൽ കർത്താവേ, ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കി പറയുകയാണ്, യു ആർ അവർ ട്രഷർ. നീയാണ് ഞങ്ങളുടെ ധനം. കർത്താവേ, നീയാണ് ഞങ്ങളുടെ നിധി, നീയാണ് ഞങ്ങളുടെ നിക്ഷേപം. നിന്നേക്കാൾ, പാട്ടുകാരൻ പറയുന്നത് പോലെ, പാടുന്നത് പോലെ, നിന്നേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിപ്പാൻ ഞങ്ങൾക്കിടയാകരുത് കർത്താവേ. ഞങ്ങൾ അൺകണ്ടീഷണലായി കർത്താനുകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുറവുകളെ അങ്ങ് ക്ഷമിക്കണം. ഞങ്ങളുടെ വാക്കുകളുടെ പിഴവുകളെ അങ്ങ് ക്ഷമിക്കണം. ഞങ്ങളുടെ ഹൃദയത്തിന്റെ വ്യതിചലനങ്ങളെ കർത്താവ് പൊറുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ട്രഷറായി ഇതിനെ കാണുവാൻ, അങ്ങയുടെ രാജ്യവും അങ്ങയുടെ നാമത്തിന്റെ മഹത്വവും ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായിരിക്കാൻ, Lord, we surrender ourselves unconditionally on the holy altar. Lord, we come to you. We come to your holy altar. I will go to the altar of my God, my supreme delight, my exceeding joy. എൻ്റെ പരമാനന്ദമായ ദൈവം നീയാണ്. എൻ്റെ പരമാനന്ദം അങ്ങാണ്, അങ്ങയുടെ രാജ്യമാണ്. We surrender ourselves before you, Lord, unconditionally, without any claims. Thank you for listening our prayers, Lord. Bless all of us. In Jesus' name. Amen. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാട്ടെ. It was a wonderful time with you. Thank you.